ഓം കൃഷ്ണായ മുരളീധരായ സർവവേദാന്തവേദിനേ ജ്ഞാനസ്വരൂപബുദ്ധായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥാം ഷഡ്പഞ്ചാശത്തമോധ്യായഃ. ഇന്ന് 56-ാമത്തെ അധ്യായമാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് സെമന്തക കഥയാണ്. 56-ഉം 57-ഉം അധ്യായങ്ങളിലാണ് സെമന്തക കഥ വർണ്ണിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് 1 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. സത്രാജിത്തിന് സൂര്യഭഗവാനിൽ നിന്ന് ഒരു സെമന്തക മണി കിട്ടി. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും 8 ഭാരം സ്വർണം അത് നൽകും. അപ്പൊ സത്രാജിത്ത് അതിനെ വീട്ടിൽ കൊണ്ടുപോയി പൂജിച്ച് വച്ചു. അപ്പോൾ ഇത്രയേറെ ധനം കിട്ടുന്ന ഒരു വസ്തു രാജാവിന്റെ അടുത്താണ് ഇരിക്കേണ്ടത് എന്ന് കൃഷ്ണൻ വന്നു പറഞ്ഞു. പക്ഷേ സത്രാജിത്ത് അത് കൊടുത്തില്ല. കുറെ ദിവസം കഴിഞ്ഞ് സത്രാജിത്തിന്റെ അനിയൻ പ്രസേനൻ ഈ മണിയെയും കഴുത്തിൽ ധരിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് കയറി നായാട്ടിനായി വനത്തിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു സിംഹം പ്രസേനനെയും കുതിരയെയും കൊന്ന് ഈ മണി കൈക്കലാക്കി. അപ്പോൾ ആ വഴിക്ക് ജാംബവാൻ എത്തി. ജാംബവാൻ സിംഹത്തെ കൊന്ന് ഈ മണി കൈക്കലാക്കി അതിനെ തന്റെ ഗുഹയിൽ കൊണ്ടുപോയി തന്റെ പുത്രന് കളിക്കാൻ കൊടുത്തു. അങ്ങനെ വേട്ടയ്ക്ക് പോയ സത്രാജിത്തിന്റെ അനുജൻ പ്രസേനനെ കാണാഞ്ഞ് സത്രാജിത്ത് എല്ലാരോടും പറഞ്ഞു പരത്തി കൃഷ്ണനായിരിക്കും പ്രസേനനെ കൊന്നിട്ട് ഈ മണി മോഷ്ടിച്ചത്. അപ്പോൾ ഈ അപരാധം കൃഷ്ണനിൽ വന്നപ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കൃഷ്ണനും കുറെ ആൾക്കാരും കൂടെ വനത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ വനത്തിലെത്തി അവർ ചത്തുകിടക്കുന്ന കുതിരയെയും പ്രസേനനെയും കണ്ടു. അടുത്ത് തന്നെ ഒരു സിംഹവും ചത്തുകിടക്കുന്നതായി കണ്ടു. കാൽപ്പാടുകൾ നോക്കി അവർ ചെന്ന് അങ്ങനെ ജാംബവാന്റെ ഗുഹയിലെത്തി. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ ഗുഹയ്ക്കകത്ത് കയറി. കുറെ ദിവസവും കാണാതെ വന്നപ്പോൾ അവിടെ ഗുഹയ്ക്ക് വെളിയിൽ നിന്ന ആൾക്കാരെല്ലാം തിരിച്ചുപോയി. കൃഷ്ണൻ ഗുഹയ്ക്കകത്ത് കയറി. അപ്പോൾ ഒരു കുട്ടി ഈ മണിയും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ അടുത്ത് ചെന്നതും ആ കുട്ടിയുടെ അമ്മ നിലവിളിച്ചു. അപ്പൊ ജാംബവാൻ ഓടി വന്നു. ഇതാരാണെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നു. ജാംബവാൻ വയസ്സായതാണ്, കണ്ണൊന്നും തുറന്ന് നേരെ നോക്കിയില്ല. ഉടനെ തന്നെ അങ്ങ് യുദ്ധവും തുടങ്ങി. അപ്പൊ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഷ്ടി യുദ്ധം തുടങ്ങി. ആരും ജയിക്കുന്നതും തോൽക്കുന്നതും മട്ടില്ല. അങ്ങനെ 28 ദിവസം യുദ്ധം നീണ്ടു നിന്നു. അപ്പോഴാണ് ജാംബവാന് തോന്നിയത്, ഇത് എന്തായാലും വിഷ്ണുവല്ലാതെ വേറെ ആർക്കും എന്നെ തോൽപ്പിക്കാൻ, എന്നോട് ഇതുപോലെ യുദ്ധം ചെയ്ത് നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ വിഷ്ണുവാണെന്ന് മനസ്സിലായി. അങ്ങനെ ജാംബവാൻ കൃഷ്ണനെ സ്തുതിക്കുന്നു. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകവാച സത്രാജിതസ്വതനയാ കൃഷ്ണായ കൃതകിൽബിഷഃ സമന്തകേന മണിനാ സ്വയം ഉദ്യമ്യ ദത്തവാൻ. സത്രാജിതഃ സ്വതനയാം കൃഷ്ണായ കൃതകിൽബിഷഃ. കൃഷ്ണനായിക്കൊണ്ട് കൃതകിൽബിഷഃ ചെയ്യപ്പെട്ട ദുഷ്കീർത്തിയോടുകൂടിയ സത്രാജിതഃ സത്രാജിതൻ സമന്തകേന മണിന സമന്തകം എന്ന മണിയോടുകൂടി സ്വതനയാം തന്റെ പുത്രിയെ സ്വയം താൻ തന്നെ ഉദ്യമ്യ ശ്രമിച്ചിട്ട് ദത്തവാൻ ദാനം ചെയ്തു. അപ്പോ ശ്രീശുകൻ പറയുകയാണ്, കൃഷ്ണൻ
ആദ്യം ശ്രീശുഖൻ പറഞ്ഞു ഇങ്ങനെയാണ്: സത്രാജിത്തിന്റെ പുത്രിയായ സത്യഭാമയെയും ജാംബവാന്റെ പുത്രിയായ ജാംബവതിയും കൃഷ്ണന് സിദ്ധിക്കാനുണ്ടായ കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോ ശ്രീശുഖൻ പറഞ്ഞു തുടങ്ങിയത്, കൃഷ്ണന് ദുഷ്കീർത്തി ഉണ്ടാക്കി തീർത്ത സത്രാജിതൻ തന്റെ പുത്രിയായ സത്യഭാമയെയും സെമന്തകം എന്ന മണിയെയും ഒന്നിച്ച് കൊണ്ടുവന്ന് സ്വയമേ കൃഷ്ണന് കൊടുത്തു എന്ന് ശ്രീശുഖൻ പരീക്ഷിത്തിനോട് പറയുകയാണ്. സത്രാജിത സ്വതനയാം കൃഷ്ണായ കൃതകിൽബിഷഃ സമന്തകേന മണിന സ്വയമുദ്യമ്യ ദത്തവാൻ. അപ്പോ രാജാവ് ചോദിക്കുകയാണ്, രാജാവിനൊന്നും മനസ്സിലായില്ലല്ലോ. അപ്പൊ രാജാവ് ചോദിക്കുകയാണ്, ശ്ലോകം 2: സത്രാജിത കിം അകരോത് ബ്രഹ്മൻ കൃഷ്ണായ കിൽബിഷം സമന്തക കുതത്യ കസ്മാത് ദത്താസുദാഹരേഹ. സത്രാജിത കിം അകരോത് ബ്രഹ്മൻ. ബ്രഹ്മൻ, ബ്രാഹ്മണശ്രേഷ്ഠ, സത്രാജിതൻ കൃഷ്ണനായിക്കൊണ്ട് കിം കിൽബിഷം എന്ത് ദോഷം അകരോത് ചെയ്തു? അപ്പൊ സത്രാജിതൻ കൃഷ്ണന് എന്ത് ദോഷമാണ് ചെയ്തത്? തസ്യ അവന് സെമന്തകം കുതഹ എവിടെ നിന്ന്? ഹരേ കൃഷ്ണനായിക്കൊണ്ട്, സുദാഹ പുത്രി. അപ്പൊ എവിടുന്ന് സെമന്തകം കിട്ടി? എന്തിനാണ് പുത്രിയും സമന്തവും കൂടെ കൃഷ്ണന് കൊടുത്തത്? കൃഷ്ണനിൽ എന്ത് ദോഷമാണ് സത്രാജിത്ത് കണ്ടെത്തിയത്? സമന്തകം അവൻ എവിടെ നിന്ന് കിട്ടി? പുത്രിയെ കൃഷ്ണന് കൊടുക്കാൻ കാരണമെന്ത്? ദോഷപരിഹാരത്തിന് വേണ്ടിയാണോ, വേറെ വല്ല കാരണവുമുണ്ടോ എന്നൊക്കെ പരീക്ഷിച്ച് ചോദിക്കുകയാണ്. ഇത്രയും ഇങ്ങനെ പറയുമ്പോൾ നമുക്കായാലും സംശയം തോന്നും, അല്ലേ? അപ്പൊ അങ്ങനെ ആ സംശയം പരീക്ഷിച്ച് ചോദിച്ചു. രാജോവാച സത്രാജിത കിം അകരോത് ബ്രഹ്മൻ കൃഷ്ണായ കിൽബിഷം സെമന്തക കുതത്തസ്യ കസ്മാത് ദത്താസുദാഹരേഹ. ശ്ലോകം 3. അപ്പൊ ശ്രീശുഖൻ മറുപടി പറയാണ്. ശ്രീശുഖോവാച ആസീത് സത്രാജിത സൂര്യോ ഭക്തസ്യ പരമസഖ പ്രീതസ്തസ്മൈ മണിം പ്രാദാത് സൂര്യസ്തുഷ്ട സെമന്തകം. അപ്പൊ സെമന്തകം എങ്ങനെ സത്രാജിത്തിന് കിട്ടി? ആസീത് സത്രാജിത സൂര്യ ഭക്തസ്യ പരമാഹ സഹ. ഭക്തനായ സത്രാജിത്തിന് സൂര്യൻ. അപ്പൊ സത്രാജിത്ത് സൂര്യന്റെ പരമഭക്തനായിരുന്നു. അപ്പൊ തന്റെ പരമഭക്തനായ സത്രാജിത്തിന് സൂര്യൻ പരമഹ പൂജ്യനായ സഹ ഇഷ്ടനായിട്ട് ആസീത് ഭവിച്ചു. അപ്പൊ അവൻ അതായത് സത്രാജിത്ത് സൂര്യന്റെ പരമഭക്തനായി ഭവിച്ചു. പ്രീതിയുള്ളവനും. അപ്പൊ സൂര്യൻ സന്തുഷ്ടനായി. തുഷ്ടക സന്തോഷിച്ചവനായ സൂര്യൻ തസ്മൈ അവനായിക്കൊണ്ട് സെമന്തകം മണി, സെമന്തകം എന്ന മണിയെ ദാനം ചെയ്തു. ഇപ്പൊ സൂര്യഭഗവാൻ സത്രാജിത്തിൽ പ്രീതനായി സെമന്തകം എന്ന മണിയെ ദാനം ചെയ്തു. ശ്ലോകം 3. ശ്രീശുഖോവാച ആസീ സത്രാജിത സൂര്യോ ഭക്തസ്യ പരമസഹ പ്രീതസ്മൈ മണിം പ്രാദാം സൂര്യസ്തുഷ്ട സെമന്തകം. ശ്ലോകം 4. സ തം ബിഭ്രത് മണിം കണ്ഠേ പ്രാജമാനോ യഥാരവിഃ പ്രവിഷ്ടോ താരകാം രാജൻ തേജസോനോപലക്ഷിതഃ. സഹ തം ബിഭ്രത് മണിം കണ്ഠേ പ്രാജമാനഃ യഥാ രവിഃ പ്രവിഷ്ടഃ ദ്വാരകാം രാജൻ തേജസാ ന ഉപലക്ഷിതഃ. സഹ അവൻ തം മണി ആ മണിയെ കണ്ഠേ കഴുത്തിൽ ബിഭ്രൻ ധരിച്ചുകൊണ്ട് യഥാരവി സൂര്യനെ പോലെ പ്രാജമാന ശോഭിക്കുന്നവനായിട്ട് രാജാവേ തേജസ്സിനാൽ ന ഉപലിക്ഷ അറിയപ്പെടാത്തവനായിട്ട് ദ്വാരകയെ പ്രവേശിച്ചു. അപ്പൊ സത്രാജിത്ത് എന്ത് ചെയ്തു? സൂര്യനിൽ നിന്നും ആ സമന്തകമണി കിട്ടിയപ്പോൾ അതിനെ കഴുത്തിൽ ധരിച്ചു. അപ്പൊ അതിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിയുടെ വ്യാപ്തിയാൽ അവൻ സൂര്യനെ പോലെ പ്രകാശിച്ചു. തേജസ്സിന്റെ ആധിക്യ നിമിത്തം ഇവനെ കാണുന്നവർ സത്രാജിത്താണെന്ന്
മനസ്സിലാക്കാത്ത വിധം പ്രഭാപൂരിതനായി. അപ്പൊ സത്രാജിത്ത് ഇങ്ങനെ വരുമ്പോൾ നല്ല തേജസ്. അപ്പൊ സത്രാജിത്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല. കാരണം എന്താണ്? ഈ മണിയുടെ പ്രഭ, തേജസ് അവിടെ എല്ലാം വ്യാപിച്ചു. അങ്ങനെ ഈ മണിയും കഴുത്തിൽ കെട്ടിക്കൊണ്ട് സത്രാജിത്ത് ദ്വാരകയിൽ പ്രവേശിച്ചു. സതം ബിഭ്രത്മണിം കണ്ഠേ പ്രാജമാനേ യഥാരവി പ്രവിഷ്ടോ ദ്വാരകാം രാജൻ തേജസാനോ ഉപലക്ഷിതഃ. ശ്ലോകം 5. തം വിലോക്യ ജനാദൂരാത് തേജസ മുഷ്ടദൃഷ്ടയഃ ദിവ്യതേ അക്ഷൈർഭഗവതേ ശശംസ് സൂര്യസംഗീതാഃ. തം വിലോക്യ, അവനെ കണ്ടിട്ട്, സത്രാജിത്തിനെ കണ്ടിട്ട്, ജന ദൂരാ തേജസ മുഷ്ടദൃഷ്ടയഃ, തേജസ തേജസ്സിനാൽ, മുഷ്ടദൃഷ്ടയഃ നോക്കാൻ സാധിക്കാത്ത കണ്ണുകളോടുകൂടി. അപ്പൊ അവ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര പ്രകാശം, അപ്പൊ ആളുകൾക്ക് അങ്ങോട്ട് നോക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ജനങ്ങൾ ദൂരെ നിന്ന് തന്നെ അവനെ വിലോക്യ കണ്ടിട്ട് സൂര്യശങ്കിത, സൂര്യനെന്ന് സംശയിച്ചു. സൂര്യപ്രകാശം അടിക്കുന്നത് പോലെ തേജസ്. അപ്പൊ അത് സൂര്യൻ വരുന്നു എന്ന് തോന്നിയ ആളുകൾക്ക്. അക്ഷയി, അക്ഷൈഹി, അക്ഷം എന്ന് വെച്ചാൽ ചൂതുകൊണ്ട് ദിവ്യെ ക്രീഡിക്കുന്നവനായ ഭഗവതെ ഭഗവാനായിക്കൊണ്ട് ശശംസു അറിയിച്ചു. അപ്പൊ ജനങ്ങൾ ഓടി വന്ന്, കൃഷ്ണൻ ആ സമയം ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൂട്ടുകാരുമായിട്ട്. കൃഷ്ണനോട് ഓടി വന്ന് പറഞ്ഞു, ഇതാ സൂര്യൻ അങ്ങയെ കാണാൻ ഇതാ വരികയാണ് എന്ന് പറഞ്ഞു. തമ്പിലോക്യ ജനാദൂരാ തേജസാമുഷ്ടദൃഷ്ടയഃ ദിവ്യതേ അക്ഷൈർഭഗവതേ ശശംസു സൂര്യ ശങ്കിതാഃ. ശ്ലോകമാണ്. നാരായണ നമസ്തേസ്തോ ശംഖചക്രഗദാധരാ ദാമോദരാരവിന്ദാക്ഷ ഗോവിന്ദായതു നന്ദന. അപ്പൊ ആളുകൾ വിളിച്ചുകൊണ്ട് വരികയാണ്, നമസ്തേ നാരായണ, നാരായണ കാരണജലത്തിൽ ശയിക്കുന്ന അലയോ ഭഗവാനെ, ശംഖചക്ര ഗദാധര, ശംഖും ചക്രം ഗദയും ധരിച്ചിരിക്കുന്നവനെ, ദാമോദര ദാമത്തെ ബന്ധിച്ചവനെ, അതായത് ഭഗവാന്റെ ഉദരത്തിൽ ദാമം, നമ്മൾ നേരത്തെ പഠിച്ചു, ഉദരത്തിൽ ദാമം ബന്ധിച്ചത് കൊണ്ടാണ് ഭഗവാന് ദാമോദരൻ എന്ന് പേര് കിട്ടിയത്. അരവിന്ദാക്ഷ, അരവിന്ദം താമര, താമര ഇതൾ പോലുള്ള കണ്ണുകളോടുകൂടിയവനെ, ഗോവിന്ദ ഗോകുലത്തെ പരിപാലിക്കുന്നവൻ, അല്ലെങ്കിൽ ഗോക്കളുടെ രക്ഷകൻ, അല്ലെങ്കിൽ ഗോകുലത്തെ പരിപാലിക്കുന്നവൻ. പിന്നെ ഗോ എന്നുള്ളത് വേദമെന്നും അർത്ഥമുണ്ട്. യദുനന്ദന, യദുക്കളുടെ ആനന്ദസ്ഥാനമേ, തേ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ആളുകൾ ഓടി വന്ന് പറയുകയാണ്, ഭഗവാനെ വിളിച്ച് ആദ്യം നമസ്കാരം പറഞ്ഞിട്ട് പിന്നീടാണ് കാര്യം പറയുന്നത്. നാരായണ നമസ്തേസ്തോ ശംഖചക്ര ഗദാധര ദാമോദര അരവിന്ദാക്ഷ ഗോവിന്ദായതു നന്ദന. അതിന് കാര്യം പറയുകയാണ് 7-ാമത്തേതില്. യേഷായാദി സവിത ത്വാം ദിദൃക്ഷുർജഗത്പദേ മുഷ്ണൻ ഗഭസ്തി ചക്രേണ നൃണാം ചക്ഷൂംഷി തിക്മഗുഹു. യേഷഃ ആയാദി സവിത ത്വാം ദിദൃക്ഷുർജഗത്പദേ, അല്ലയോ ജഗത്പദേ ലോകത്തിന്റെ നാഥനായുള്ളവനെ, ത്വാം അങ്ങയെ ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്നവനും, തിക്മഗുഹു കഠിനമായ രശ്മിയോടുകൂടിയവനുമായ, യേഷഃ സവിത ഈ സൂര്യൻ, ഗഭസ്തി ചക്രേണ അതിന്റെ ആ രശ്മി പ്രഭാവത്താൽ, നൃണാം ജനങ്ങളുടെ, ചക്ഷൂംഷി കണ്ണുകളെ, മുഷ്ണൻ അടച്ചുകൊണ്ട് ആയാതി വരുന്നു. അപ്പൊ അതാ സൂര്യൻ അങ്ങയെ കാണാൻ വരികയാണ്. ആ സൂര്യന്റെ രശ്മി കൊണ്ട് ഞങ്ങളുടെ കണ്ണുകളൊന്നും ഞങ്ങൾക്ക് തുറക്കാൻ സാധിക്കുന്നില്ല, കണ്ണുകൾ ഇതാ അടഞ്ഞു പോകുന്നു. യേഷായാദി സവിത ത്വാം ദിദൃക്ഷുർ ജഗത്പദേ മുഷ്ടൻ ഗഭസ്തി ചക്രേണ നൃണാം ചക്ഷൂഷി തിക്മഗുഹു. ശ്ലോകം 8. നന്വ അന്വിച്ഛന്തി തേ മാർഗം
ത്രിലോക്യാം വിബുദർഷഭ ജ്ഞാത്വാദ്യഗൂഢം യദുഷു ദ്രഷ്ടും ത്വാം യാത്യജ പ്രഭോ നനു അന്വിച്ഛന്തി തേ മാർഗം ത്രിലോക്യാം വിബുദർഷഭാഃ. ത്രിലോക്യാം വിബുദർഷഭാഃ, 3 ലോകത്തിൽ വിബുദർഷഭാഃ ദേവാധിപതികൾ തേ അങ്ങയുടെ മാർഗം വഴിയെ അന്വിച്ഛന്തിനു അന്വേഷിക്കുന്നു. അപ്പോ ദേവാധിപതികളായ ബ്രഹ്മ പരമേശ്വരാദികളെല്ലാം അങ്ങയെ എവിടെയാണെന്ന് സർവദാ 3 ലോകത്തിലും തിരയുന്നത് പതിവാണല്ലോ. പ്രഭോ അല്ലയോ പ്രഭുവായുള്ളവനെ അദ്യ ഇപ്പോൾ യദുഷു യദുക്കളിൽ ഗൂഢം മറഞ്ഞിരിക്കുന്നവനായി ജ്ഞാത്വ അറിഞ്ഞിട്ട് അജഹ അജൻ ത്വാം അങ്ങയെ ദ്രഷ്ടും കാണാനായിക്കൊണ്ട് യാതി വരുന്നു. അപ്പൊ അങ്ങിവിടെ യദുവംശത്തിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും അങ്ങേ അന്വേഷിക്കുകയാണല്ലോ. അപ്പൊ അങ്ങിപ്പോ യദുവംശത്തിലാണെന്ന് അറിഞ്ഞ് ഇതാ സൂര്യഭഗവാൻ അങ്ങയെ കാണാൻ വരുന്നു. നന്നു അന്വിച്ഛന്തി തേ മാർഗം ത്രിലോക്യാം വിബുദർഷഭാഃ ജ്ഞാത്വാദ്യ ഗൂഢം യദുഷു ദ്രഷ്ടും ത്വായാത്യജ പ്രഭോ. ശ്ലോകം 9. ശ്രീശുകവാചാം നിശമ്യ ബാലവചനം പ്രഹസ്യാംബുജലോചനഃ പ്രാഹാനാസൗ രവിർ ദേവസത്രാജിത് മണിനാ ജ്വലൻ. നിശമ്യ ബാലവചനം, ബാലവചനം അജ്ഞരുടെ വചനത്തെ അംബുജലോചനഃ അരവിന്ദാക്ഷൻ നിശമ്യ കേട്ടിട്ട് പ്രഹസ്യ ചിരിച്ചു. ഭഗവാൻ അറിയാലോ ഇതാരാണ് വരുന്നതെന്ന്. അപ്പൊ ഭഗവാൻ ഒന്ന് ഇത് കേട്ട് ചിരിച്ചിട്ട് അസോ ഇവൻ ദേവഹ രവി ദേവനായ സൂര്യൻ ഞാ അല്ല, ഇത് സൂര്യനൊന്നും അല്ല വരുന്നത്, മണിന രത്നത്താൽ ജ്വലൻ പ്രകാശിക്കുന്ന സത്രാജിത്ത് സത്രാജിത്ത് ആകുന്നു എന്ന് പ്രാഹ പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇത് സൂര്യനല്ല, ഇത് സത്രാജിത്താണ്, അവന്റെ കയ്യിൽ ഒരു മണിയുണ്ട്, മണിയുടെ പ്രകാശം കൊണ്ടാണ് നിങ്ങൾക്ക് സൂര്യൻ എന്ന് തോന്നിയത്. ശ്രീശുകവാച നിശമ്യ ബാലവചനം പ്രഹസ്യാംബുജലോചനഃ പ്രാഹനാസൗ രവിർദേവ സത്രാജിത് മണിനാ ജ്വലൻ. ശ്ലോകം 10. സത്രാജിത് സ്വഗൃഹം ശ്രീമദ് കൃതകൗതുകമംഗളം പ്രവിശ്യ ദേവസദനെ മണിം വിപ്രൈർനിവേശയത്. സത്രാജിത് സ്വഗൃഹം ശ്രീമത് കൃതകൗതുകമംഗളം, കൃതകൗതുകമംഗളം കൗതുകത്താൽ ചെയ്യപ്പെട്ട മംഗളത്തോട് കൂടിയും ശ്രീമത് ശ്രീ ഉള്ളതുമായ സ്വഗൃഹം തന്റെ ഭവനത്തെ പ്രവേശിച്ചിട്ട് ദേവസദനെ ദേവാലയത്തിൽ അതായത് ക്ഷേത്രത്തിൽ ബ്രാഹ്മണരെ കൊണ്ട് മണിം രത്നത്തെ നിവേശയ പ്രതിഷ്ഠിച്ചു. അപ്പൊ സൂര്യനിൽ നിന്ന് കിട്ടിയ മണി ധരിച്ചുകൊണ്ട് സത്രാജിത്ത് ശ്രീമത്തായിരിക്കുന്നതും മംഗളകരമായിരിക്കുന്ന സ്വഭവനത്തിൽ പ്രവേശിച്ചു. ബ്രാഹ്മണരുടെ കയ്യിൽ മണി കൊടുത്തു. സത്രാജിത്തിന്റെ ഇഷ്ടദേവനായ സൂര്യനെ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്ന ദേവയജ്ഞശാലയിൽ അതായത് ക്ഷേത്രത്തിൽ ഒരു പീഠത്തിന്മേൽ മണി ബ്രാഹ്മണരെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. സത്രാജിത് സ്വഗൃഹം ക്ഷേമത് കൃതകൗതുകമംഗളം പ്രവിശ്യ ദേവസദനെ മണിം വിപ്രൈർനിവേശയത്. ശ്ലോകം 11. ദിനേ ദിനേ സ്വർണഭാരാൻ അഷ്ടൗ സ്രവതി പ്രഭോ ദുർഭിക്ഷാമാരി അരിഷ്ടാനി സർപ്പാദിവ്യാധയോ ശുഭാം ന സന്ധിമായിനസ്തത്ര യത്രാസ്തേ അഭ്യർച്ചിതോ മണിഃ. അഭ്യർച്ചിത സ മണിഃ. പൂജിക്കപ്പെടുന്ന ആ രത്നം എത്ര ഏത് സ്ഥലത്തിൽ ആസ്തേ ഉണ്ടോ തത്ര അവിടെ ദിനേ ദിനേ സ്വർണഭാരാൻ അഷ്ടൗ
ദിവസം തോറും അഷ്ടൗ സ്വർണഭാരൻ 8 ഭാരം സ്വർണത്തെ സ്രവതി വർഷിക്കുന്നു. അപ്പൊ മണി എവിടെ ഇരുന്നാലും ഒരു ദിവസം 8 ഭാരം സ്വർണം കിട്ടും. 8 ഭാരം എന്ന് പറഞ്ഞാൽ 160 കിലോയാണ്. ഒരു ഭാരം എന്ന് പറഞ്ഞാൽ 20 കിലോ. അപ്പൊ 160 കിലോ സ്വർണം ഒരു ദിവസം കിട്ടും. അപ്പൊ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയിൽ ഇത് എത്ര സ്വർണം വരും? ഇപ്പോ ഒരു കിലോ എന്ന് പറയുന്നത് 1 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ 125 പവൻ വരും. അപ്പൊ ഇവിടെ 160 കിലോയാണ് കിട്ടുന്നത്. ഓരോ ദിവസവും 160 കിലോ വീതം സ്വർണം കിട്ടും. ഇനി ഇത് ഇരിക്കുന്നിടത്തോ ദുർഭിക്ഷ മാര്യ അരിഷ്ടാനി. ദുർഭിക്ഷം, അതായത് ഭക്ഷണത്തിന്റെ ക്ഷാമം കാണുകയില്ല. മാരി, വേറെ ദുഃഖങ്ങളോ ഒന്നുമില്ല. അകാല മരണമൊന്നുമില്ല. അരിഷ്ടം, അകാല മരണം തുടങ്ങിയ അരിഷ്ടങ്ങള്, പിന്നെ ദാരിദ്ര്യം, പിന്നെയോ സർപ്പ ആദിവ്യാധയോ, സർപ്പ ഭയം, ആദിവ്യാധി മുതലായ ദുഃഖ കാരണങ്ങള്, പിന്നെ ഭൂത പ്രേത പിശാചാദിബാധകൾ, ഇതൊന്നും അവിടെ ഉണ്ടാകില്ല. അതാണ് ദുർഭിക്ഷം ആര്യ അരിഷ്ടാനി സർപ്പാദി വ്യാധവോ അശുഭ. അങ്ങനെ അശുഭങ്ങളൊന്നും ഈ മണി ഇരിക്കുന്നിടത്ത് വരികയില്ല. ആ പൂജിക്കുന്ന സ്ഥലത്തിൽ ദിവസേന 8 ഭാരം സ്വർണം താനെ ഉണ്ടാവുകയും ചെയ്യും. അത് നല്ലതാണല്ലേ? ഇതുപോലത്തെ ഒരു സ്വർണം കിട്ടിയാൽ മതി, രാജ്യത്തെ ആ ദാരിദ്ര്യം എല്ലാം മാറിക്കിട്ടും. ദിനേ ദിനേ സ്വർണഭാരാൻ അഷ്ടൗ സഹസ്രവതി പ്രഭോ ദുർഭിക്ഷമാരി അരിഷ്ടാനി സർപ്പാദിവ്യാധയോ അശുഭ ന സന്ധിമായി നസ്തത്ര യത്രാസ്തേ അഭ്യർച്ചിതോ മണിഹി. ശ്ലോകം 12. സയാജിതോ മണിങ്ക്വാപി യദുരാജായ ശൗരിണ നൈവാർത്ഥ കാമുക പ്രാതാത് യാജ്ഞാഭംഗമതർക്കയൻ. കോപി ഒരിക്കൽ യദുരാജാവിന് വേണ്ടി ശൗരിണ കൃഷ്ണനാൽ മണിയെ ഉദ്ദേശിച്ച് സഹ അവൻ യാചിക്കപ്പെട്ടു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഈ മണി ഇരിക്കേണ്ടത് രാജ്യത്തിലാണ്, ഒരു രാജാവിന്റെ അടുത്താണ്, അല്ലാതെ ഒരു വ്യക്തിക്കല്ല കിട്ടേണ്ടത്. അപ്പൊ രാജാവിന്റെ മണി കിട്ടിയാൽ അത് പ്രജകൾക്കെല്ലാം ഉപകാരപ്പെടും. രാജാവിന് വേണ്ടി ശൗരിന കൃഷ്ണനാൽ മണിയെ സഹ അവൻ യാചിക്കപ്പെട്ടു. സഹ യാചിതോ മണി കോപി ഒരിക്കൽ എതിരാജാവിനായിക്കൊണ്ട് ശൗരിന കൃഷ്ണൻ മണി യാചിച്ചു. ന ഏവ അർത്ഥകാമുക ഏവ അർത്ഥത്തിൽ ആശയുള്ളവൻ തന്നെയായ അവൻ യാജ്ഞാഭംഗം യാചിച്ചത് കൊടുക്കാഞ്ഞാലുള്ള ദോഷത്തെ അതർക്കയൻ ആലോചിക്കാതെ ന പ്രാതാത് കൊടുത്തില്ല. അപ്പൊ ഭഗവാൻ യാചിച്ചത് കൊടുത്തില്ലെങ്കിൽ ദോഷം സംഭവിക്കും എന്ന് അവൻ ആലോചിച്ചില്ല. അവൻ മണി കൊടുത്തില്ല. സ യാചിതോ മണിം കോപി യദുരാജായ ശൗരിണ നൈവാർത്ഥ കാമുക പ്രാതാത് യാജ്ഞാഭംഗം അതർക്കയൻ. ശ്ലോകം 13. ത്വമേകതാ മണിം കണ്ഠേ പ്രതിമുച്യ മഹാപ്രഭം പ്രസേനോഹയമാരുഹ്യ മൃഗയാം വ്യജരത്വനേ. തം ഏകത മണിം കണ്ഠേ, ഏകത ഒരിക്കൽ മഹാപ്രഭയുള്ള തം മണി, ആ മണി കണ്ഠേ കഴുത്തിൽ പ്രതിമുച്യ ബന്ധിച്ചിട്ട്, കഴുത്തിൽ കെട്ടിയിട്ട് പ്രസേനൻ എന്ന് പറഞ്ഞാൽ സത്രാജ്യത്തിന്റെ അനുജൻ. അപ്പൊ അനുജൻ ഒരു ദിവസം ഈ മണി കഴുത്തിൽ കെട്ടാൻ ചോദിച്ചു. അപ്പൊ അനുജനല്ലേ, ജ്യേഷ്ഠൻ കൊടുത്തു. അപ്പൊ പ്രസേനൻ കഴുത്തിൽ കെട്ടിയിട്ട് ഹയം കുതിരയെ ആരുഹ്യ കുതിരയിൽ കയറി വനെ കാട്ടിൽ മൃഗയ നായാട്ടിന് വിചരത് പോയി. അപ്പൊ ഒരു ദിവസം
സത്രാജിത്തിന്റെ അനുജനായ പ്രസേനൻ ഈ മണിയും കഴുത്തിൽ കെട്ടിക്കൊണ്ട് കുതിരയുടെ പുറത്ത് കയറി നായാട്ടിനായി വനത്തിലേക്ക് പോയി. തമ്മേകഥാ മണിം കണ്ഠേ പ്രതിമുച്യ മഹാപ്രഭം പ്രസേനോ ഹയമാരുഹ്യ മൃഗയാം വിചരത്വനേ. ശ്ലോകം 14. പ്രസേനം സഹയം ഹത്വാ മണിമാചിത്യ കേസരി ഗിരിം വിശൻ ജാംബവത നിഹതോ മണിമിച്ഛതാ. പ്രസേന സഹയം കുതിരയോടുകൂടിയ പ്രസേനനെ ഹത്വാ കൊന്നിട്ട് മണിം ആചിത്യ രത്നത്തെ എടുത്ത് ഗിരിം പർവ്വതത്തെ പ്രവേശിക്കുന്ന കേസരി സിംഹം മണിയെ ഇച്ഛിക്കുന്നവനായ ജാംബവാനാൽ നിഹതഃ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ മണിയും ധരിച്ചുകൊണ്ട് പ്രസേനൻ പോയപ്പോൾ നല്ല തിളക്കം അടിച്ചപ്പോൾ ഒരു സിംഹം കണ്ടു. അപ്പം സിംഹം എന്തെന്ന് വിചാരിച്ചു, നല്ല ഭക്ഷണ പദാർത്ഥമാണ് എന്ന് വിചാരിച്ച് ഉടനെ ഓടി വന്ന് കുതിരയും കൊന്ന് പ്രസേനനെയും കൊന്ന് മണിയെ കയ്യിലെടുത്തു. അപ്പോഴുണ്ട് ആ സ്ഥലത്തേക്ക് വൃക്ഷരാജാവായ ജാംബവാൻ, കരടികളുടെ രാജാവായ ജാംബവാൻ അവിടേക്ക് വന്നു. അപ്പൊ ജാംബവാൻ ഇത് കണ്ടപ്പോ കൊള്ളാം, തനിക്ക് നല്ല പ്രകാശമുള്ള മണി കൊള്ളാം, കുട്ടിക്ക് കളിക്കാൻ കൊള്ളാം എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, ആ സിംഹത്തിനെ അടിച്ചു കൊന്നു. എന്നിട്ട് ഈ മണി എടുത്തുകൊണ്ട് തന്റെ ഗുഹയിലേക്ക് പോയി. പ്രസേനം സഹയം ഹത്വാ മണിമാചിത്യ കേസരി ഗിരിം വിശൻ ജാംബവത നിഹതോ മണിമിച്ഛതാ. ശ്ലോകം 15. സോവിചക്രേ കുമാരസ്യ മണിം ക്രീഡന കമ്പിലേ അപശ്യൻ ഭ്രാതരം ഭ്രാത സത്രാജിത് പരിതപ്യതാം. സഹ അഭി ചക്രേ കുമാരസ്യ മണിം ക്രീഡനം ബിലേ. സഹ അഭി അവനും, അതായത് ജാംബവാനും, ബിലേ ഗുഹയിൽ കുമാരസ്യ കുട്ടിക്ക് മണിയെ ക്രീഡനകം കളിക്കോപ്പായിട്ട് ആ കുട്ടിക്ക് കളിക്കാൻ കൊള്ളാം, ഇത് നല്ല മണി അല്ലെ, നല്ല പ്രകാശമുണ്ട്, കുട്ടിക്ക് ഒരു കളിപ്പാട്ടമായിട്ട് ചക്രയെ ചെയ്തു, തന്റെ കുട്ടിക്ക് ഒരു കളിപ്പാട്ടമായിട്ട് കൊടുത്തു. ഭ്രാതാ സത്രാജിത്ത്, സഹോദരനായ സത്രാജിത്ത് ഭ്രാതരം അനുജന് സഹോദരനെ അപശ്യൻ കാണാത്തവനായിട്ട് പരിതപ്യത ദുഃഖിച്ചു. അപ്പൊ കാട്ടിലേക്ക് പോയ പ്രസേനനെ കാണാനില്ല. അപ്പൊ സത്രാജിത്തിന് വളരെ ദുഃഖമായി. സോഭിചക്രേ കുമാരസ്യ മണിം ക്രീഡന കമ്പിലേ അപശ്യൻ ഭ്രാതരം ഭ്രാത സത്രാജിത് പരിതപ്യതാം. ശ്ലോകം 16. പ്രായകൃഷ്ണേന നിഹതോ മണിഗ്രീവോ വനം ഗതഃ പ്രാതാമമേതി തശ്രുത്വാ കർണേ അജഭഞ്ജനാഃ. പ്രായഃ കൃഷ്ണേന നിഹതഃ മണിഗ്രീവഃ വനം ഗതഃ. മണിഗ്രീവഃ രത്നം കഴുത്തിൽ ധരിച്ച് വനം ഗതഃ കാട്ടിൽ പോയ മമ ഭ്രാത എന്റെ സഹോദരൻ കൃഷ്ണനാൽ നിഹതഃ കൊല്ലപ്പെട്ടു. അപ്പൊ സത്രാജിത്ത് വിചാരിച്ചു, ഒരിക്കൽ കൃഷ്ണൻ മണി ചോദിച്ചിരുന്നല്ലോ, അപ്പോൾ ഈ കൃഷ്ണൻ എന്റെ അനുജനെ കൊന്ന് മണി അപഹരിച്ചു കാണും എന്നങ്ങ് പ്രായഃ നിശ്ചയിച്ചു. ഇത് എന്നതിനെ ജനാഹ. അപ്പൊ ഇങ്ങനെ ഒരാളോട് സത്രാജിത്ത് പറഞ്ഞപ്പോൾ ഇത് കേട്ടിട്ട് ജനങ്ങൾ എന്ത് ചെയ്തു, കർണേ ഒരാൾ അടുത്ത ആളിൻ്റെ കൂടെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് എല്ലാവരും അജബൻ, എല്ലാവരും ഇത് രഹസ്യമായി തമ്മിൽ സംസാരിച്ചു. സത്രാജിത്ത് ഒരാളോട് പറഞ്ഞു, വേറെ ഒരാൾ രഹസ്യമായിട്ട് കാതിൽ അടുത്ത ആളോട് പറഞ്ഞു. അങ്ങനെ രാജ്യം മുഴുവനും കൃഷ്ണൻ അപരാധം ചെയ്തു. കൃഷ്ണൻ സത്രാജിത്തിന്റെ അനുജനായ പ്രസേനനെ വധിച്ച് മണി കൈക്കലാക്കി എന്നുള്ള ദുഷ്കീർത്തി രാജ്യമെങ്ങും പരന്നു. പ്രായകൃഷ്ണേന നിഹതോ മണിഗ്രീവോ വനം ഗതഃ ഭ്രാതാമമേതി തശ്രുത്വാ കർണേ അജഭഞ്ജനാഃ. ശ്ലോകം 17. ഭഗവാൻ തത് ഉപശ്രുത്യ ദുർയശോലിപ്തമാത്മനി മാർഷ്ടും പ്രസേന പദവീം അന്വപദ്യത നാഗരൈഃ.
ഭഗവാൻ തത് ഉപശ്രുത്യ ദുർയശഃ ലിപ്തം ആത്മനി മാഷ്ടം പ്രസേന പദവി അന്വപദ്യത നാഗരൈഹി. ഭഗവാൻ കൃഷ്ണൻ തത് അതിനെ ഉപശ്രുത്യ കേട്ടിട്ട് ആത്മനി തന്നിൽ ലിപ്തം വ്യാപിച്ച ദുർയശഃ ദുഷ്കീർത്തിയെ മാഷ്ടം ഇല്ലാതാക്കാനായിക്കൊണ്ട് നാഗരൈഹി നഗരവാസികളോടുകൂടി പ്രസേന പദവിയും പ്രസേനന്റെ മാർഗത്തെ അന്വപദ്യത അന്വേഷിച്ചു പുറപ്പെട്ടു. അപ്പൊ തന്നിലാണല്ലോ ദുഷ്പേര് വന്നിരിക്കുന്നത്, ഇതിന്റെ യാഥാർത്ഥ്യം അറിയണമല്ലോ എന്ന് വിചാരിച്ച് കൃഷ്ണൻ എന്ത് ചെയ്തു? കുറെ പട്ടണവാസികളെയും കൂട്ടി ഈ പ്രസേനനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഭഗവാൻ തതുപശ്രുത്യ ദുർയശോലിപ്തമാത്മനി മാഷ്ടം പ്രസേന പദവീം അന്വപദ്യത നാഗരൈഹി. ശ്ലോകം 18. ഹതം പ്രസേനമശ്വം ച വീക്ഷ്യ കേസരിണാവനെ തം ച അദ്രിപൃഷ്ടേ നിഹതം ഋക്ഷേണ ദദൃശുർജനാഃ. ഹതം പ്രസേനം അശ്വം ച വീക്ഷ്യ കേസരിണാവനെ തം ച അദ്രിപൃഷ്ടേ നിഹതം ഋക്ഷേണ ദദൃശുഹു ജനാഃ. വനത്തിൽ വച്ച് കേസരിണ സിംഹത്താൽ ഹതം കൊല്ലപ്പെട്ട പ്രസേനനെയും അശ്വം ച കുതിരയെയും വീക്ഷ്യ കണ്ടിട്ട്. അപ്പോ കൃഷ്ണനും കൂട്ടുകാരുമായിട്ട് കാട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഉണ്ട്, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പ്രസേനനും കുതിരയും ചത്തുകിടക്കുന്നു അവിടെ. അത് കണ്ടിട്ട് അദ്രിപൃഷ്ഠെ മലയുടെ മുകളിൽ ഋക്ഷനാൽ നിഹത കൊല്ലപ്പെട്ട തംച ആ സിംഹത്തെയും ജനങ്ങൾ ദദർശു കണ്ടു. അപ്പൊ നോക്കിയപ്പോ കുറച്ചപ്പുറത്ത് ചെന്നപ്പോൾ ഒരു സിംഹം ചത്തു കിടക്കുന്നു. അപ്പൊ ആ സിംഹം ചത്തത് അപ്പൊ വേറെ ആരോ കൊന്നതാണ്. അതാണ് ഇവിടെ വൃക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ജാമ്പവാൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് വൃക്ഷമെന്ന്. വൃക്ഷനാൽ ജാമ്പവാനാൽ നിഹത കൊല്ലപ്പെട്ട ആ സിംഹത്തെയും ജനങ്ങൾ കണ്ടു. ഹതം പ്രസേനമശ്വം ച വീക്ഷ്യാകേസരിണാവനെ തം ചാദ്രിപൃഷ്ടേ നിഹതം ഋക്ഷേണ ദദർശുർജനാഃ. അപ്പൊ ഈ മണി എങ്ങോട്ടെല്ലാം പോകുന്നു ശ്രദ്ധിച്ചോണം, ഇതിലും അടുത്ത അധ്യായത്തിലുമായിട്ട്. അപ്പൊ സൂര്യനിൽ നിന്ന് മണി സത്രാജിത്തിന് കിട്ടി, സത്രാജിത്ത് അനുജന് പ്രസേനന് കൊടുത്തു, അതിൽ നിന്ന് സിംഹത്തിന്റെ കയ്യിലെത്തി, അതിൽ നിന്ന് എവിടെ കിട്ടി? ജാമ്പവാന്. ശ്ലോകം ഇതൊന്നുകൂടെ വായിച്ചിട്ട്. ഹതം പ്രസേനമശ്വം ച വീക്ഷ്യകേസരിണാവനെ തം ചാദ്രിപൃഷ്ടേ നിഹതം ഋക്ഷേണ ദദർശുർജനാഃ. ശ്ലോകം 19. ഋക്ഷരാജബിലം ഭീമം അന്ധേന തമസാവൃതം യോഗോ വിവേശ ഭഗവാൻ അവസ്ഥാപ്യ ബഹി പ്രജാഃ. ഋക്ഷരാജബിലം ഭീമം അന്ധേന തമസാവൃതം ഏകഃ വിവേശ ഭഗവാൻ അവസ്ഥാപ്യ ബഹിഹി പ്രജകളെ ബഹിഹി പുറത്ത് അവസ്ഥാപ്യ നിർത്തിയിട്ട്, കൃഷ്ണനോട് വന്ന ആൾക്കാരെ ആ ഗുഹയുടെ പുറത്ത് നിർത്തിയിട്ട്. അപ്പൊ കൃഷ്ണൻ നോക്കുമ്പോ വേറെ ഒരു കാൽപ്പാടുകൾ ഒരു ഗുഹയിലോട്ട് കിടക്കുകയാണ്, ജാമ്പവാന്റെ കാൽപ്പാട്. അപ്പൊ അത് അന്വേഷിച്ച് ഒരു ഗുഹയിലെത്തി. അപ്പൊ ഗുഹയിലിരുട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എല്ലാവരോടും എന്തോ പറഞ്ഞു? നിങ്ങൾ എല്ലാവരും ഈ ഗുഹയ്ക്ക് വെളിയിൽ നിന്നാ മതി. അന്ധേന തമസ് അധികം ഇരുട്ടായതിനാൽ ആവൃതം മൂടപ്പെട്ടതും ഭീമം ഭയങ്കരവുമായ ഋക്ഷരാജബിലത്തെ ആ ജാമ്പവാന്റെ ഗുഹയെ ഭഗവാൻ കൃഷ്ണൻ ഏകഃ ഒരുവനായിട്ട് പ്രവേശിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഞാനിതാ ഗുഹയിൽ ചെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഭഗവാൻ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു. ഋക്ഷരാജബിലം ഭീമം അന്ധേന തമസാവൃതം ഏകോ വിവേശ ഭഗവാൻ അവസ്ഥാപ്യ ബഹി പ്രജാഃ. ശ്ലോകം 20. തത്ര ദൃഷ്ട്വാ മണിശ്രേഷ്ഠം ബാലക്രീഡനകം കൃതം ഹർത്തും കൃതമതി തസ്മിൻ അവസ്ഥേ അർഭകാന്തിയേ. തത്ര ദൃഷ്ട്വാ മണിശ്രേഷ്ഠം ബാലക്രീഡനകം കൃതം. തത്ര അവിടെ ബാലക്രീഡനകം കുട്ടിയുടെ കളിക്കോപ്പായിട്ട് കൃതം നിശ്ചയിച്ചിരിക്കുന്ന
മണിശ്രേഷ്ഠം, ശ്രേഷ്ഠമായ മണിയെ ദൃഷ്ടുവ കണ്ടിട്ട് കൃഷ്ണൻ ഗുഹയ്ക്കകത്ത് കയറിയപ്പോൾ ഒരു കുട്ടി ഈ മണിയെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിക്കാനായിക്കൊണ്ട് കൃതമതി, നിശ്ചയിച്ച ബുദ്ധിയോട് കൂടിയവനായിട്ട് തസ്മിൻ അതിൽ അർഭകാന്തിയെ കുട്ടിയുടെ അരികിൽ അവസ്ഥയെ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ അത് കൈക്കലാക്കാൻ വേണ്ടി കൃഷ്ണൻ എന്ത് ചെയ്തു? കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. തത്ര ദൃഷ്ട്വാ മണിശ്രേഷ്ഠം ബാലക്രീഡനകം കൃതം ഹർത്തും കൃതമതീസ്തസ്മിൻ അവസ്ഥേ അർഭകാന്തിയെ. ശ്ലോകം 21. തം അപൂർവം നരം ദൃഷ്ട്വാ ധാത്രീ ചുക്രോശഭീതവത് തശ്രുത്വാപ്യദ്രവത് കൃത്തോ ജാംബവാൻ ബലിനാംബരഃ. തം അപൂർവം നരം ദൃഷ്ട്വാ ധാത്രീ ചുക്രോശഭീതിവത്. അപൂർവം തം നരം, മുമ്പ് കണ്ടിട്ടില്ലാത്ത, ഇപ്പോ കരടി വർഗമാണല്ലോ. അപ്പൊ അവിടെ ആ കുട്ടിയുടെ അമ്മയുണ്ടായിരുന്നു. അപ്പൊ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനെ ദൃഷ്ടുവ കണ്ടിട്ട് ധാത്രി, ആ കുട്ടിയുടെ അമ്മ, ഭീതവ ഭയപ്പെട്ടു, ശുക്രോശ നിലവിളിച്ചു. അതാ ഒരു മനുഷ്യൻ വന്നിരിക്കുകയാണ് ഗുഹയ്ക്കകത്ത്. മുമ്പാരും ഇതുപോലെ മനുഷ്യരാരും ഗുഹയ്ക്കകത്ത് കയറിയിട്ടില്ല. അപ്പോ അതിന്റെ കുട്ടിയുടെ അമ്മ ഉറക്ക നിലവിളിച്ചു. ബലിനാം വരഹ, ബലവാനൻ വെച്ച് ഉത്കൃഷ്ടനായ ആരെ? ജാംബവാൻ. തത് അതിനെ ശ്രുത്വ കേട്ട് ക്രുദ്ധ ക്രോധിച്ചവനായി അഭ്യദ്രവ പാഞ്ഞെത്തി. അപ്പൊ ഇവര് ഭയപ്പെട്ട് വിളിച്ചപ്പോൾ ആ ശബ്ദം കേട്ട ഉടനെ ബലവാനായ ജാംബവാൻ അതിക്രോധത്തോടെ പാഞ്ഞെത്തി. ആരാണ് എന്റെ ഗുഹയിൽ പ്രവേശിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് ദേഷ്യത്തോടുകൂടി ജാംബവാൻ പാഞ്ഞെത്തി. തമ്മപൂർവം നരം ദൃഷ്ട്വാ ധാത്രീ ചുക്രോശ ഭീതവത് തശുദ്ധാഭ്യദ്രവത് ക്രുദ്ധോ ജാംബവാൻ ബലിനാം വരഹ. ശ്ലോകം 22. സാ വൈ ഭഗവതാ തേന യുധേ സ്വാമിനാത്മനഃ പുരുഷം പ്രാകൃതം മത്വാ കുപിതോ നാനുഭാവവേത്. സഹ വൈ ഭഗവതാ തേന യുധേ സ്വാമിന ആത്മനഃ പുരുഷം പ്രാകൃതം മത്വാ കുപിതഃ ന അനുഭാവവേത്. നാനുഭാവവേത്, വൈഭവത്തെ അറിയാത്തവനും, ഇതാരാണ് വന്നിരിക്കുന്നത്? ഭഗവാനാണെന്ന് അറിയാത്തവനും കുപിതക കോപിച്ചവനുമായ സഹവൈ, ആ പ്രസിദ്ധനായ ജാംബവാൻ, പ്രാകൃതം പുരുഷം, ഇത് സാധാരണ ഒരു മനുഷ്യനാണെന്ന് മത്വ വിചാരിച്ചിട്ട്, ജാംബവാന് വയസ്സായി, കണ്ണു തുറന്ന് വൃത്തിയാന്നും നോക്കുന്നില്ല ആരാണെന്ന്, ആത്മനക തന്റെ സ്വാമിയായ തേനേ ഭഗവത, ആ ഭഗവാനോട് യുദ്ധം ചെയ്തു. അപ്പൊ ഭഗവാനാണെന്ന് അറിയാതെ ജാംബവാൻ എന്ത് ചെയ്തു? ദേഷ്യം വന്ന് ഭഗവാനോട് യുദ്ധം ചെയ്തു. അപ്പൊ ജാംബവാൻ ഭഗവാന്റെ ഭക്തനാണ്, ഭക്തിയോട് സേവിച്ചിരുന്ന ഭഗവാനാണെന്ന് അറിഞ്ഞില്ല. ക്രോധം അധികരിച്ചപ്പോൾ പിന്നെ കണ്ണു തുറന്ന് നോക്കിയില്ല. അപ്പൊ കോപം വരാതെ സൂക്ഷിക്കേണ്ടത് ഒരു ഭക്തന്റെ ലക്ഷണമാണ്. അതും കൂടെ ഇവിടെ പറയുകയാണ്. ഭക്തനായിരുന്നിട്ട് പോലും ഭഗവാൻ അടുത്ത് വന്നിട്ടും ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞില്ല. ഇവിടെ സവൈ ഭഗവതാ തേന യുധേ സ്വാമിന ആത്മനഃ പുരുഷം പ്രാകൃതം മത്വാ കുപിതോ നാനുഭാവവേ. ശ്ലോകം 21. ദ്വന്ദ്വയുദ്ധം സുതുമുലം ഉഭയോർവിജിഗീഷതോ ആയുധാസ്മശു ദ്രുമൈർദോർഭി ക്രവ്യാർത്ഥേ ശേനയോരിവാം. ദ്വന്ദ്വയുദ്ധം സുതുമുലം ഉഭയോഃ വിജിഗീഷതോഃ ആയുധ അശ്മ ദ്രുമൈഃ. ശ്മശ്രു എന്ന് ഞാൻ നേരത്തെ വായിച്ചുണ്ടോ? ആയുധ അശ്മ എന്നാണ്. അശ്മ ദ്രുമൈഃ ദോർഭിഃ ക്രവ്യാർത്ഥേ ശേനയോഃ ഇവ. ക്രവ്യാർത്ഥേ മാംസത്തിന് വേണ്ടി, ശേനയോഹ ഇവ പരുന്തുകൾ എന്ന പോലെ. അപ്പൊ അന്യോന്യം ജയിക്കണമെന്നുള്ള ആശയോടുകൂടി അവർ രണ്ടുപേരും തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ മാംസം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന രണ്ട് പരുന്തുകൾ തമ്മിൽ എന്ന പോലെയാണ് അവരെ യുദ്ധം ചെയ്തതെന്ന്. വിജിഗീഷതോ ജയിക്കാൻ ഇച്ഛയുള്ള ഉപയോഗോ, അവർ രണ്ടുപേരും ജാംബവാനും കൃഷ്ണനും തമ്മിൽ ആയുധ അശ്മദ്രുമൈ. എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്തത്? ആയുധങ്ങൾ
അശ്മക കല്ലുകൾ, വൃക്ഷങ്ങൾ ഇവ കൊണ്ടും, ദോർഭിഹി കൈകൾ കൊണ്ടും, സുതുമുലം ഏറ്റവും കഠോരമായ ദ്വന്ദ്വയുദ്ധം തുടങ്ങി. അപ്പൊ അവിടെ കിടന്ന ആയുധങ്ങളൊക്കെ എടുത്ത് കല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ഇടിച്ചു, വൃക്ഷങ്ങളെ എടുത്ത് ഇടിച്ചു. അവസാനം കൈ കൊണ്ട് അതിനെ ഇടിച്ച് ദ്വന്ദ്വയുദ്ധം, കഠോരമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധം തുടങ്ങി. ദ്വന്ദ്വയുദ്ധം സുതുമുലം ഉഭയോർ വിജിഗീഷതോ ആയുധ അശ്മ ദ്രുമൈർദോർഭി പ്രവ്യാർത്തെ ശേനയോരിവാം. ശ്ലോകം 24. ആസീത അഷ്ടാവിംശാഹം ഇതരേതര മുഷ്ടിഭിः വജ്രനിഷ്പേഷ പരുഷൈർ അശ്രമം അഹർനിശം. ആസീത് തത് അഷ്ടാവിംശ അഹം ഇതരേതര മുഷ്ടിഭിः വജ്രനിഷ്പേഷ പരുഷൈः അവിശ്രമം അഹർനിശം. വജ്ര നിഷ്പേഷ പരുഷൈഹി. രണ്ടാമത്തെ ശ്ലോകം, രണ്ടാമത്തെ ലൈനാണ്. വജ്രത്തിന്റെ നിർഘാതം പോലെ കഠിനങ്ങളായ, അപ്പോ വജ്രത്തിന്റെ ശബ്ദം പോലെ ഭയങ്കര കഠിനമായ ശബ്ദം. ഇതരേതര മുഷ്ടി, അന്യോന്യം മുഷ്ടികൾ കൊണ്ടും രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ മുഷ്ടി ചുരുട്ടി ഉണ്ടാകുന്ന ശബ്ദം വജ്രായുധം അല്ലെങ്കിൽ ഇടിവെട്ടും പോലെ അതികഠോരമായിരുന്നു. വജ്രത്തിന്റെ നിർഘാതം വെച്ചാൽ ഇവിടെ ഇടിവെട്ടും പോലെത്തെ ശബ്ദം. അവിശ്രമം, ക്ഷീണം കൂടാതെ നടക്കുന്ന അത് അഷ്ടാവിംശാഹം. അഷ്ടാവിംശതി എന്ന് വെച്ചാൽ 28. അഹം ദിവസം, 28 ദിവസം. അഹർനിശം, രാവും പകലും ആസീൻ. അപ്പൊ ആരും ജയിക്കുന്നുമില്ല, തോൽക്കുന്നുമില്ല. അപ്പൊ ഈ മുഷ്ടി യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നു? 28 ദിവസമാണ് നീണ്ടു നിന്നത്. ആസീത് തത് അഷ്ടാവിംശാഹം ഇതരേതര മുഷ്ടിഭിः വജ്രനിഷ്പേഷ പരുഷൈർ അശ്രമം അഹർനിശം. ശ്ലോകം 25. കൃഷ്ണമുഷ്ടി വിനിഷ്പാദ നിഷ്പിഷ്ടാംഗോ അംഗോരുബന്ധനഃ ക്ഷീണസത്വസിന്നഗാത്ര തമാഹ അതീവ വിസ്മിതഃ. കൃഷ്ണമുഷ്ടി വിനിഷ്പാദ നിഷ്പിഷ്ട അംഗോ ഉരുബന്ധനഃ. കൃഷ്ണമുഷ്ടി, കൃഷ്ണന്റെ മുഷ്ടി നിഷ്പാദം കൊണ്ട്, മുഷ്ടികൾ ഇടിച്ചതുകൊണ്ട്, നിഷ്പിഷ്ട അങ്കോരു മുറിയപ്പെട്ട സന്ധിബന്ധങ്ങളോട് കൂടിയവനും. അങ്കോരു ബന്ധന, ഇപ്പൊ സന്ധിബന്ധങ്ങളെല്ലാം കൃഷ്ണന്റെ ഇടിയില് ജാമ്പവാന്റെ സന്ധിബന്ധങ്ങളെല്ലാം മുറിഞ്ഞു. ക്ഷീണസത്ത, ക്ഷീണിച്ച ബലത്തോടു കൂടിയവനും. സിന്നഗാത്രഹ, ശരീരത്തിൽ വേർപ്പൊക്കെ വന്നു, വേർപ്പ് കൊണ്ട് മൂടിയ ശരീരത്തോടു കൂടിയവനും. എന്നുവെച്ചാൽ തളർന്നു, 28 ദിവസമായില്ലേ. അതീവ വിസ്മിത, ഏറ്റവും ആശ്ചര്യപ്പെട്ടവനുമായി അവനോട് പറഞ്ഞു. അപ്പോ ഇത്രയും 28 ദിവസമായിട്ടും ജാമ്പവാൻ ശക്തിമാനാണ്. അപ്പൊ 28 ദിവസമായിട്ടും തനിക്ക് ശത്രുവിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. തന്റെ സന്ധിബന്ധങ്ങളൊക്കെ മുറിഞ്ഞു, ശരീരം ക്ഷയിച്ചു, തളർന്നു, ദേഹത്തിൽ വിയർപ്പ് മുഴുവൻ വ്യാപിച്ചു. അപ്പോ ജാമ്പവാൻ വിചാരിക്കുകയാണ്, ഈ മാതിരി ശക്തി സാക്ഷാൽ ശ്രീരാമന് പോലും കണ്ടിട്ടില്ലല്ലോ എന്നുള്ള ആലോചന നിമിത്തം. അപ്പോ വിചാരിച്ചു, ഇത് എന്തായാലും ഭഗവാൻ തന്നെയാണ് എന്ന് വിചാരിച്ച് ജാമ്പവാൻ ഭഗവാനോട് പറയുകയാണ്. അപ്പൊ തളർന്നപ്പോൾ മനസ്സിലായി, ഇത് സാധാരണ മനുഷ്യല്ല, ഇത് ഭഗവാൻ തന്നെ എന്ന് മനസ്സിലാക്കി ജാമ്പവാൻ ഭഗവാനെ സ്തുതിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. കൃഷ്ണമുഷ്ടി നിഷ്പാദ നിഷ്പിഷ്ടാംഗോരു ബന്ധനഃ ക്ഷീണസത്വസിന്നഗാത്ര തമാഹാദീവ വിസ്മിതഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.